വലിയ നോമ്പിലെ 11-ാം ദിവസം വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 25 വരെയുള്ള തിരുവചനത്തിലൂടെ ശിഷ്യത്വത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഈശോ പഠിപ്പിക്കുകയാണ്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. യാഥാർത്ഥ്യങ്ങളെ ഈശോ മയപ്പെടുത്തുന്നില്ല. ശിഷ്യനൊരിക്കലും സുഖസൗകര്യം ഈശോ വാഗ്ദാനം നൽകുന്നില്ല. ഇൻസ്റ്റഡ് ഹി പ്രോമിസസ് ഓപ്പോസിഷൻ. ക്രിസ്തുവിൻ്റേതായിരിക്കുക എന്നാൽ വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിയാണ്. ഈ വ്യത്യസ്തത ജീവിതത്തിൽ പ്രതിരോധം ക്ഷണിച്ചു വരുത്തും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാം, അവഗണിക്കപ്പെടാം, ഒറ്റിക്കൊടുക്കപ്പെടാം. അത് അപരിചിതരാൽ മാത്രമല്ല, ഏറ്റവും ഉറ്റവരാൽ പോലും. അതേ, ശിഷ്യത്വത്തിന് നാം കൊടുക്കേണ്ട വില എത്രയോ വലുതാണ്. ശിഷ്യത്വത്തിൻ്റെ വേദനയും ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഈ ശിഷ്യത്വം പിൻചെല്ലുവാൻ ഞാൻ ഒരുക്കമാണോ എന്നത് നോമ്പുകാലത്തിലെ സുപ്രധാനമായ ഒരു ചോദ്യമാണ്. നമ്മെ വെല്ലുവിളിക്കാത്ത, നമ്മുടെ ബന്ധങ്ങളെ ശല്യപ്പെടുത്താത്ത ഒരു സുരക്ഷിത സുവിശേഷമാണ് പലപ്പോഴും നമുക്കൊക്കെ വേണ്ടത്. എന്നാൽ ഈശോ വ്യക്തമാക്കുന്നു, അവൻ്റെ വചനം യഥാർത്ഥത്തിൽ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും പ്രതികരണങ്ങൾ ഉണ്ടാകും. സത്യം അസ്വസ്ഥതയുണ്ടാക്കുന്നു, വെളിച്ചം ഇരുട്ടിനെ തുറന്നു കാട്ടുന്നു. എന്നിട്ടും ഈശോ ശിഷ്യന്മാരോട് പറയുകയാ, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും ആയിരിക്കുവീൻ. പരുഷമായ ജീവിതശൈലിയല്ല, കൈപ്പേറിയ പദപ്രയോഗങ്ങളല്ല, പ്രതിരോധാത്മകമായ ജീവിതവുമല്ല ഈശോ പഠിപ്പിക്കുന്നത്. മറിച്ച് സത്യസന്ധരും നിർമ്മലരും വിദ്വേഷമില്ലാത്തവരും ഉറച്ച ബോധ്യമുള്ളവരായിരിക്കാനായിട്ടാണ് ഈശോ ക്ഷണിക്കുന്നത്. ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ അപകടം പുറത്തു നിന്നുള്ള പീഡനമല്ല, പിന്നെയോ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള വിട്ടുവീഴ്ച മനോഭാവമാണ്. ചില പ്രതിരോധങ്ങളെ തണുപ്പിക്കാൻ വിശ്വാസത്തിൽ പോലും മായം ചേർക്കുന്ന മനോഭാവം. സത്യത്തിനു വേണ്ടി ശബ്ദിക്കേണ്ടിടത്ത് നിശബ്ദമായി നിലകൊള്ളുന്ന അവസ്ഥ. ഗ്രഹനാഥനെ അവർ ബേൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവൻ്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. ക്രിസ്തു നിരസിക്കപ്പെട്ടെങ്കിൽ അവൻ്റെ ശിഷ്യൻ എന്തിന് കരഘോഷം പ്രതീക്ഷിക്കണം? ഈ നോമ്പുകാലത്തിൽ ആത്മധൈര്യമുള്ളവരാകാം. മനുഷ്യൻ്റെ അംഗീകാരം തേടുന്നതിൽ നിന്ന് ഉപവസിക്കാനും, എന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയിൽ നിന്ന് വിമുക്തരാകാനും, ക്രിസ്തുവിൽ മാത്രം വേരൂന്നിയ ഒരു വ്യക്തിത്വം വളർത്താനുമുള്ള അനുഗ്രഹീതമായ സമയമാണിത്. ഓർക്കുക, ലോകം നമ്മെ എപ്പോഴും മനസ്സിലാക്കണമെന്നില്ല. ശിഷ്യത്വത്തിൽ നാം മനസ്സിലാക്കപ്പെടണമെന്നുമില്ല. ഇറ്റ് ഈസ് ടു ബി ഫെയ്ത്ത്ഫുൾ. വിശ്വസ്തരായിരിക്കാനുള്ള ജീവിതമാണ്. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.